ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് വർഷങ്ങളുടെ പഴക്കം. വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണ തട്ടിപ്പിന് സമാനമായ ക്രമക്കേടുകൾ മുമ്പും നടന്നിട്ടുണ്ട് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 2012 തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരത്തിൽ സ്വർണ്ണ പെയിന്റ് അടിച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ ആചാര ലംഘനങ്ങളുടെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2011 ഡിസംബറിൽ മണ്ഡലപൂജ കഴിഞ്ഞ് നടയടച്ച സമയത്ത് കൊടിമരത്തിന്റെ ചുവട്ടിലും അഷ്ടദിക്പാലക പ്രതിഷ്ഠകളിലും സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് സ്പ്രേ ചെയ്തിരുന്നു. അത് ഗുരുതരമായ ആചാര ലംഘനമാണെന്ന് 2013 അന്നത്തെ വിജിലൻസ് SP CP ഗോപകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ചെന്നൈയിലെ കുമരൻ സിൽസിനെ സ്പോൺസറായി എത്തിച്ച് അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. ബോർഡിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു ഈ നീക്കം. പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണത്തിലെ കാണിപ്പൊന്ന് കാണാതായി. വിഷുദിനത്തിൽ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ദർശനത്തിനിടെ തിരുവാഭരണത്തിലെ കാണിപ്പൊന്ന് നഷ്ടപ്പെട്ടതായി പരാതി. ദർശനത്തിനായി എത്തിയ ഒരാൾ ഇത് കൈക്കലാക്കി രക്ഷപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ഇന്ന് പുലർച്ചെ 4:30 മുതൽ വിഷുക്കണി ദർശനം ആരംഭിച്ചിരുന്നു. രാവിലെ 6 മണിയോടെ കൊട്ടാരം കുടുംബാംഗമാണെന്ന് പരിചയപ്പെടുത്തിയെത്തിയ ഒരാൾക്ക് പൂജാരി പതിവ് പോലെ കാണിപ്പൊന്ന് കൈമാറി. കണ്ണിൽ വെച്ച് തൊഴാനായാണ് ഇത് നൽകാറുള്ളത്. എന്നാൽ ദർശനം കഴിഞ്ഞ് ഇയാൾ തിരികെ നൽകാതെ പോവുകയായിരുന്നു. ലഹരിമരുന്നുമായി സോഷ്യൽ മീഡിയ താരം റിൻസി മുന്താസ് വീണ്ടും പോലീസ് പിടിയിലായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് MDMAയുമായി റിൻസി പിടിയിലായത്. റിൻസിക്കൊപ്പം 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി ആളുകൾ ഒത്തുകൂടിയെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. റെയ്ഡിൽ റിൻസിയുടെ പക്കൽ നിന്നും 3.58 ഗ്രാം MDMAയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിലും റിൻസി ലഹരിമരുന്നുമായി പിടിയിലായിരുന്നു. കാക്കനാട്ടിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് അന്ന് റിൻസി മുന്താസ് MDMAയുമായി പിടിയിലാകുന്നത്. സിനിമാ മേഖലയിലെ ലഹരി വിൽപ്പനയിലടക്കം റിൻസിക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അഭിമന്യുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച VA അരുൺകുമാർ. മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സന്ദർശനത്തിന് പിന്നാലെയാണ് അദ്ദേഹം വട്ടവടയിലെ അഭിമന്യുവിന്റെ വീട്ടിലെത്തിയത്. അഭിമന്യുവിന്റെ അമ്മയെയും സഹോദരിയും കണ്ട് ഏറെ നേരം സംസാരിച്ച ശേഷമാണ് മടങ്ങിയത്. സന്ദർശിക്കണമെന്ന് മനസ്സേറെ നാൾ ആഗ്രഹിച്ച ഇടമായിരുന്നു അഭിമന്യുവിന്റെ വീടെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. ശ്വാസനാളത്തിൽ മുലപ്പാൽ കുടുങ്ങി 1 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശികളായ അബ്ദുൽ സലാം ഹാബിജ കദോൺ ദമ്പതികളുടെ 1 വയസ്സുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഫീഡിംഗ് റൂമിൽ വെച്ചാണ് കുട്ടിയുടെ തൊണ്ടയിൽ പാൽ കുടുങ്ങിയത്. പാൽ കൊടുത്ത ഉടൻ തന്നെ കുഞ്ഞിന് ബോധക്ഷയമുണ്ടായി. ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.